വിഷയങ്ങളാണ്. അന്ന സെബാസ്റ്റ്യൻ പേരയിൽ, ജനനം 1998, മരണം 2024. മരണകാരണം തനിക്ക് ജോലി നൽകിയ IT കമ്പനിയിലെ ജോലിയിലെ അധിക സമ്മർദ്ദവും അതുമൂലമുള്ള മാനസിക സംഘർഷവും മൂലം കുഴഞ്ഞു വീണുള്ള മരണം. ഇതുപോലുള്ള നിരവധി പേരുടെ ആത്മാക്കളിലൂടെയാണ് IT മേഖല കുതിക്കുന്നത്. ജോലി സ്ഥലത്തു നിന്നും വീട്ടിലെത്തിയാലും തീരാത്ത ടാസ്കുകൾ, ഡെഡ്ലൈൻ മറികടക്കാൻ കഴിയാതെയുള്ള ആത്മസംഘർഷങ്ങൾ, ജോലി നഷ്ടപ്പെടുമോ എന്ന പേടി, അവസാനം ജീവിതയാത്രയിൽ തളർന്നു വീഴുന്നവർ. അങ്ങനെ സ്വന്തം ജീവിതം ഹാക്ക് ചെയ്യപ്പെട്ട് ഈ ലോകത്തു നിന്ന് തന്നെ ഡിലീറ്റായി പോയ നമ്മുടെ സഹോദരങ്ങൾക്ക് ഈ നാടകം സമർപ്പിക്കുന്നു. നാടകരചന, സൗണ്ട് എഡിറ്റിംഗ് T. ശ്രീകുമാർ, സംവിധാനം KK ഉണ്ണികൃഷ്ണൻ, രംഗത്ത് A. ശ്രീനിവാസൻ, നാടകാവതരണം ഷൊർണൂർ ഗവൺമെന്റ് പ്രസ് നാടകാസ്വാദന കളരി. ദ ലൈഫ് ഹാക്ക്. അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ്. വൈകുന്നേരം 6 മണിക്ക് പോയതാണ്. ആ ലാപ്പിൽ ഒരു പൊട്ടും കൂടി ബാക്കിയുണ്ട്. അതുകൂടി തീർന്നാൽ എന്റെ കാര്യം സ്വാഹ. ഈ സമയത്ത് തന്നെ പോണമായിരുന്നു. ഡെഡ്ലൈൻ പടിവാതിൽക്കൽ നിൽക്കുമ്പോഴാണ് ഈ ലോഡ് ഷെഡിംഗ്. റേഞ്ചുമില്ല. ഈ ലോകത്ത് നിന്ന് ഞാൻ ഒറ്റപ്പെട്ടു. വല്ലാത്തൊരവസ്ഥ തന്നെ. വെറും 5 മിനിറ്റ് ഇന്റർനെറ്റ് ഇല്ലാതായാൽ തീരാവുന്ന ബന്ധങ്ങളേ ഉള്ളൂ നമുക്ക് ഈ ലോകവുമായിട്ട്. ഫേസ്ബുക്കിൽ 5000 സുഹൃത്തുക്കൾ, ഇൻസ്റ്റാഗ്രാമിൽ 1,00,000 ഫോളോവേഴ്സ്. പക്ഷേ ഇപ്പോ ഒരു മെസ്സേജ് അയക്കാൻ പോലും ആരുമില്ല. പണ്ട് വായനശാലയിൽ പോയി മണിക്കൂറുകളോളം തിരഞ്ഞിരുന്ന അറിവുകൾ ഇന്ന് നമുക്ക് വിരൽത്തുമ്പിലുണ്ട്. പക്ഷേ അറിവ് കൂടിയപ്പോൾ വിവേകം കുറഞ്ഞു. ഇപ്പോൾ നോക്കൂ, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണോ അതോ ലേറ്റസ്റ്റ് സിനിമയുടെ റിവ്യൂ ഇടാനാണോ ആളുകൾക്ക് താല്പര്യം? സത്യമേത് മിഥ്യ ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലം. ഒരു ഡീപ് ഫേക്ക് വീഡിയോ മതി ഒരാളുടെ ജീവിതം തകർക്കാൻ. സാങ്കേതിക വിദ്യ വളരുന്നത് നമ്മളെ സഹായിക്കാനാണോ അതോ നമ്മളെ ഭരിക്കാനാണോ? ഇനി വേറൊരു കാര്യം, ഞാനിപ്പോൾ ഒരു ഷൂസിനെ കുറിച്ച് ഗൂഗിളിൽ തെരഞ്ഞതേ ഉള്ളൂ. അടുത്ത നിമിഷം എന്റെ എല്ലാ സോഷ്യൽ മീഡിയ പേജുകളിലും ഷൂസിന്റെ പരസ്യം. നമ്മൾ എന്ത് ചിന്തിക്കണം, എന്ത് വാങ്ങണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, മറുനാട്ടിലിരിക്കുന്ന ഏതോ ആൽഗോരിതങ്ങളാണ്. നമ്മുടെ സ്വകാര്യത എന്ന് പറയുന്നത് ഇന്നൊരു വിൽപ്പന ചരക്ക് മാത്രമാണ്. നമ്മൾ സൗജന്യമായി ഉപയോഗിക്കുന്നു എന്ന് കരുതുന്ന ആപ്പുകൾ സത്യത്തിൽ നമ്മളെ തന്നെയാണ് വിൽക്കുന്നത്. എന്തിനാണ് ഈ നെട്ടോട്ടം? ഒരു നല്ല ഭക്ഷണം കഴിച്ചാൽ അതിന്റെ രുചി ആസ്വദിക്കുന്നതിന് മുൻപ് ക്യാമറയിൽ പകർത്താം. ഒരു അപകടം കണ്ടാൽ ഓടിച്ചെന്ന് സഹായിക്കുന്നതിന് മുൻപ് ലൈവ് സ്ട്രീം ചെയ്യണം. മനുഷ്യന്റെ ചോരയേക്കാൾ ഇന്ന് വില വ്യൂസിനും ഷെയറിനുമാണ്. സഹജീവി മരിച്ചു കിടക്കുമ്പോഴും ക്യാമറ ആംഗിളുകൾ ശരിയാക്കുന്ന ഇത്രയും ക്രൂരമായ ഒരു തലമുറ ഇതിനു മുൻപുണ്ടായിട്ടുണ്ടോ? പണ്ട് മഴ പെയ്താൽ നമ്മൾ കടലാസ് തോണി ഉണ്ടാക്കുമായിരുന്നു. ഇടവഴിയിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തിൽ കടലാസ് തോണി ഒഴുകി കളിക്കുമായിരുന്നു. ഇന്ന് മഴ പെയ്താൽ ഉടനെ ഫോൺ എടുത്ത് സ്റ്റാറ്റസ് ഇടും, ഫീലിംഗ് റൊമാൻറ്റിക് വിത്ത് റെയിൻ. ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ? നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാനാണ്.
അതോ നമുക്ക് വേണ്ടിയാണ്? പണ്ട് ഈ ചരടുള്ള ഫോണിൽ നമ്മൾ മണിക്കൂറുകളോളം വിശേഷങ്ങൾ പങ്കുവയ്ക്കുമായിരുന്നു. അന്ന് ഫോണിനായിരുന്നു ചരടുണ്ടായിരുന്നത്. നമുക്ക് സ്വതന്ത്രമായി നടക്കാമായിരുന്നു. ഇന്ന് ഫോൺ വയർലെസ് ആയി. പകരം നമ്മൾ ഫോണിന്റെ ചരടിൽ കെട്ടിയിടപ്പെട്ടു. ഒരേ വീട്ടിൽ ഒരേ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് അച്ഛനും അമ്മയും മക്കളും പരസ്പരം മിണ്ടാതെ അവരവരുടെ ഫോണുകളിലേക്ക് നോക്കിയിരിക്കുന്ന കാഴ്ച എത്ര ഭയാനകമാണത്. ഹൃദയങ്ങൾ തമ്മിലുള്ള അകലം കൂടുന്നു. വൈഫൈ സിഗ്നലുകൾക്ക് മാത്രം റേഞ്ച് കൂടിക്കൊണ്ടേയിരിക്കും. സന്ധ്യകൾ മാഞ്ഞുപോയി. ലോഗിൻ വിൻഡോയിൽ കാലം തറച്ചിടുന്നു. തീരാത്ത ടാസ്കുകൾ തൻ നിലയില്ല കയങ്ങളിൽ. സ്വപ്നങ്ങൾ പോലും കോടുകളായി മാറുന്നു. പണ്ട് തൊടിയിലെ ൊരാ ചിരിതൻ നിലാവും ഇന്നീ സ്ക്രീനിന്റെ കൃത്രിമ വെളിച്ചത്തിൽ മറന്നുപോയി ഞാൻ എൻ്റെ ആ പഴയ രൂപം. ഡെഡ്ലൈൻ പായുന്നൊരീ യന്ത്രപന്തയത്തിൽ കഴിഞ്ഞ മാസം നാട്ടിലെ ഉത്സവത്തിന് പോയപ്പോൾ കണ്ട കാഴ്ച ഓർമ്മയുണ്ട്. ആരും ആ മേളവും വെടിക്കെട്ടും ആസ്വദിക്കുന്നില്ല. എല്ലാവരും ഫോൺ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് അത് റെക്കോർഡിംഗ് ആണ്. നേരിട്ട് കാണുന്നതിനേക്കാൾ ഭംഗി ആ ചെറിയ സ്ക്രീനിൽ കാണുന്നതാണെന്ന് നമ്മൾ എപ്പോഴാണ് തെറ്റിദ്ധരിച്ചു തുടങ്ങിയത്? നമ്മുടെ കണ്ണുകൾ വെറും ലെൻസുകളായി മാറിപ്പോയോ മാതാ? നോക്കൂ, ഈ മെഴുകുതിരി വെളിച്ചത്തിന് എന്ത് ഭംഗിയാണ്. മൊബൈൽ സ്ക്രീനിലെ ബ്രൈറ്റ്നസ് ഇതിനു മുന്നിൽ എത്രയോ തുച്ഛം. ഇന്ന് വായു മലിനീകരണത്തെ കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചും നമ്മൾ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യും. പക്ഷേ മുറ്റത്തൊരു തൈ നടാൻ നമുക്ക് സമയമില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യനേക്കാൾ നന്നായി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ മനുഷ്യൻ ചിന്തിക്കുന്ന നിർത്തിയോ എന്നാണ് എന്റെ പേടി. യുദ്ധം, പട്ടിണി, വിദ്വേഷ പ്രസംഗങ്ങൾ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ഇതൊക്കെ നമുക്ക് വെറും ന്യൂസ് ഫീഡുകൾ മാത്രമാണ്. ഒരു നിമിഷത്തെ സഹതാപം, അടുത്ത നിമിഷം ഒരു കോമഡി വീഡിയോ കണ്ട് നമ്മളത് മറക്കുന്നു. നമ്മുടെ സഹാനുഭൂതിക്ക് ഒരു സെക്കൻഡിന്റെ ആയുസ് പോലും ഇല്ലാതായിരിക്കുന്നു. നമ്മൾ ഡിജിറ്റൽ ലോകത്ത് സ്മാർട്ടായിക്കൊണ്ടിരിക്കും, പക്ഷേ മനുഷ്യത്വത്തിൽ ഡംബാവുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വലിയ പേരാണ്. എന്റെ ജോലി നാളെ ഇത് കൊണ്ടുപോകുമോ എന്ന പേടിയിലാണ് പകുതി പേര്. മനുഷ്യന്റെ സർഗാത്മകതയേക്കാൾ വേഗത്തിൽ ഒരു മിഷൻ ചിത്രം വരയ്ക്കുന്നു, കവിത എഴുതുന്നു. അപ്പോൾ പിന്നെ മനുഷ്യന്റെ പ്രസക്തി എവിടെയാണ്?
നമ്മൾ യന്ത്രങ്ങളെ പോലെ ജോലി ചെയ്യുന്നു. യന്ത്രങ്ങൾ നമ്മളെ പോലെ ചിന്തിക്കാൻ ശ്രമിക്കുന്നു. അവസാനം ഈ ഭൂമിയിൽ ആർക്കാണ് സ്ഥാനം? ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾക്ക് കടലാസിന്റെ വില പോലും ഇല്ലാത്ത കാലം. IT കമ്പനികൾ ആളുകളെ പിരിച്ചുവിടുന്നു. പക്ഷേ വാർത്തകളിൽ വരുന്ന ആരെങ്കിലും ഒരു റീൽസ് ചെയ്ത് വൈറലായതിനെ കുറിച്ചാണ്. കഷ്ടപ്പെട്ട് പഠിക്കുന്നവനേക്കാൾ സ്ക്രീനിൽ കോമാളിത്തരങ്ങൾ കാണിക്കുന്നവന് ഇന്ന് വിലയുണ്ട്. കഷ്ടം തന്നെ. പുറത്ത് മഴയുണ്ട്, പക്ഷേ ആരും ആസ്വദിക്കുന്നു. എല്ലാവരും അതിന്റെ വീഡിയോ എടുത്ത് സ്റ്റാറ്റസ് ഇടുന്ന തിരക്കിലാണ്. അടുത്ത വീട്ടുകാരൻ മരിച്ചാൽ പോലും വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു RIP ഇട്ട് കടമ തീർക്കുന്ന പുതിയ തലമുറ. നേരിട്ട് ചെന്ന് ആ തോളിലൊന്ന് കൈവയ്ക്കാൻ നമുക്ക് സമയമില്ല. ഈ ഫോട്ടോയിലുള്ള സുഹൃത്തുക്കളെ ഒന്നും ഇപ്പോൾ കാണാറേയില്ല. എല്ലാവരും ഓരോരോ തിരക്കിലാണ്. ഓൺലൈനിൽ കണ്ടാൽ ഒരു ഹായ് ആയിരിക്കും, അത്ര തന്നെ. നമ്മുടെ ഗ്രാമങ്ങളിലെ ആ പഴയ ചായക്കട ചർച്ചകൾ ഇവിടെ പോയി. അവിടെയായിരുന്നു യഥാർത്ഥ രാഷ്ട്രീയം ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലെ സൈബർ പോരാളികൾ പരസ്പരം ചീത്ത വിളിക്കുന്നതിനെയാണോ നമ്മൾ രാഷ്ട്രീയം എന്ന് വിളിക്കുന്നത്? വിദ്വേഷം വിൽക്കുന്ന ചന്തകളായി നമ്മുടെ സ്ക്രീനുകൾ മാറിക്കഴിഞ്ഞു. ഒരൊറ്റ ഫോർവേഡ് മെസ്സേജ് മതി ഇന്നൊരു കലാപം. സത്യം ചെരുപ്പിടുമ്പോഴേക്കും അസത്യം ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കും. ആർക്കും ഒന്നും പരിശോധിക്കില്ല. വിദ്വേഷം വിളമ്പുന്ന ഗ്രൂപ്പുകളിൽ നമ്മൾ കൈയടിക്കുന്നു. നമ്മൾ സ്നേഹിച്ചിരുന്ന ആ പഴയ ഗ്രാമങ്ങൾ, അയൽപ്പക്കങ്ങൾ, അവയൊക്കെ ഇന്ന് രാഷ്ട്രീയത്തിന്റെയും ജാതിയുടെയും പേരിൽ ഡിജിറ്റൽ മതിലുകൾ കെട്ടിത്തിരിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കാത്ത ഏത് സാങ്കേതിക വിദ്യയാണ് നമുക്ക് വേണ്ടത്? മാധവ്, നീയും ഇതിന്റെ ഭാഗമല്ലേ? പ്രകൃതി സംരക്ഷണത്തെ കുറിച്ച് നീ പോസ്റ്റ് ഇടുന്നു, പക്ഷേ നിന്റെ വീട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യം നീ എവിടെയാണ് കളയുന്നത്? സ്ത്രീ സുരക്ഷയെ കുറിച്ച് നീ പ്രസംഗിക്കുന്നു, പക്ഷേ നിന്റെ സ്ക്രീനിൽ വരുന്ന അശ്ലീല ലിങ്കുകളിൽ നീ ക്ലിക്ക് ചെയ്യുന്നില്ലേ? നമ്മളൊക്കെ വലിയ വേഷധാരികളാണ്. പുറമെ കാണിക്കുന്ന ഈ സ്മാർട്ട് ജീവിതത്തിനുള്ളിൽ വലിയൊരു ശൂന്യതയുണ്ട്. ആ ശൂന്യത മറയ്ക്കാനാണ് നമ്മൾ നോട്ടിഫിക്കേഷനുകൾക്ക് പിന്നാലെ പായുന്നത്. ഒന്ന് നിർത്ത്. ഈ ബഹളങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. ഒരു ബഹളങ്ങളും എനിക്ക് കേൾക്കണ്ട. മതി, നിർത്ത്, നിർത്ത്. ഇരുട്ടാണ്, പക്ഷേ ഈ ഇരുട്ടിന് ഒരു സത്യസന്ധതയുണ്ട്. കപടമായ വെളിച്ചങ്ങളെക്കാൾ എത്രയോ ഭേദം ഈ ഇരുട്ടാണ്. എന്റെ ചിന്തകൾക്ക് ഇപ്പോൾ ഒരു വ്യക്തതയുണ്ട്. ഞാൻ എന്നെ തന്നെ തിരഞ്ഞു തുടങ്ങുകയാണ്. ഒരു പവർ ബാങ്കിന് ചാർജ് ചെയ്യാൻ പറ്റാത്ത എന്റെ ആത്മാവിനെ ഞാൻ വീണ്ടെടുക്കുന്നു. ലോകം ഓടിക്കൊണ്ടിരിക്കട്ടെ. എനിക്കല്പം വിശ്രമം, ഒരു 20 മിനിറ്റ് ഈ പ്രപഞ്ചത്തിന്റെ താളമൊന്ന് കേൾക്കാം. എന്റെ ശ്വാസം ഒന്ന് അറിയാം. ഇന്ന് ഞാൻ ഓൺലൈൻ, ഇന്ന് ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് നേരം ജീവിക്കും.
हिना की खुशबू महक रही है। हमारी सांसों में आज तक वो हिना की खुशबू महक रही है। लबों पे नगमे मचल रहे हैं, लबों पे नगमे मचल रहे हैं, नजर से मस्ती छलक रही है। हमारी सांसों में आज तक वो हिना की खुशबू महक रही है। അത്